ഹലോ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു റവ കേക്കാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാനൊരു ബൗളിലോട്ട് ഒരു മുട്ട ഒഴിച്ചിട്ടുണ്ട്. ഒരു മുട്ടേൻ്റെ ആവശ്യമേ ഉള്ളൂ. ഞാൻ എടുക്കുന്ന മാവിനനുസരിച്ച് അതിലോട്ട് ഞാനൊരു 1/4 കപ്പ് പഞ്ചസാര, ഒരല്പം ഉപ്പ്, പിന്നെ ഒരു 2 ടീസ്പൂണോളം നമ്മുടെ പാൽപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എവരിഡേയുടെ പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാ കണ്ടല്ലോ. ഇതിലോട്ട് നമുക്ക് കുറച്ച് റവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത്. വറുത്ത റവയാണെങ്കിലും വറുക്കാത്തതാണെങ്കിലും നല്ല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതിന് വേറെ പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഈർപ്പമെല്ലാം പിടിച്ചിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് റവ കിട്ടും. ഓക്കെ, ഇനി നമുക്കിതിനെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു 15-20 മിനിറ്റ് നമ്മൾ വെച്ചേക്കുമ്പോഴത്തേക്ക് നല്ല ഡ്രൈ ആയിട്ട് നമുക്കിത് കിട്ടും. ഇതാ കണ്ടല്ലോ. അപ്പോൾ നന്നായിട്ട് ഇപ്പോൾ ഈ ഒരു പരുവത്തിൽ വന്നിട്ടുണ്ടേ. ഇനി നമുക്ക് ഇതിനെ കയ്യിൽ വെച്ചിട്ട് ചെറിയ അതായത് നമുക്ക് ഏത് ഷേപ്പാണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു ഷേപ്പിൽ ഇതിനൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിതാ ഇതുപോലൊരു ചെറിയൊരു ബോൾ ഇതുപോലെ ഒന്ന് എടുത്തതിന് ശേഷം കൈക്കുള്ളിൽ വെച്ചിട്ട് ഇതാ കണ്ടല്ലോ, ഇതുപോലെ നമ്മുടെ അരികെല്ലാം നല്ല രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഒരു റൗണ്ട് ഷേപ്പിൽ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഓയിൽ ലോ ഫ്ലെയിമിൽ, അതായത് നിങ്ങൾ ഓണാക്കി വെച്ച പാട് തന്നെ നമ്മൾ ഈ ബിസ്ക്കറ്റും ഓയിലിലോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ പതിയെ ഇതിൽ കിടന്ന് ചൂട് പിടിച്ച് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ഈ ബിസ്ക്കറ്റ് കിട്ടും. ഹൈ ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ വെച്ചിട്ട് ചെയ്യില്ല, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നിങ്ങളത് ചെയ്യാനായിട്ട്. അതായത് സ്റ്റാർട്ടിങ്ങിൽ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. നിങ്ങൾ സ്റ്റൗ ഓണാക്കി വെക്കുന്ന സമയത്ത് തന്നെ ബിസ്ക്കറ്റ് ഓയിലിലോട്ട് ഇട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇത് കുറച്ച് നേരം കിടക്കട്ടെ. ഒരു 10 മിനിറ്റോളം ഇത് കിടന്ന് നല്ല ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് ബിസ്ക്കറ്റ് കിട്ടിയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. കഴിക്കാൻ നല്ല സ്വാദാണ്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്. നമുക്കിതിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. ഓക്കെ, കണ്ടല്ലോ. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. നല്ല ബ്രൗൺ കളറിൽ ഇത് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിന് ഞാൻ ഇനി ഒരെണ്ണത്തിന് ഞാനെടുത്ത് കട്ട് ചെയ്തും കൂടെ കാണിച്ചിരുന്നത്. നല്ല ക്രിസ്പി ആയിട്ടാണ് അത് ഇരിക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ആ ഒരു രീതി. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ബിസ്ക്കറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം എടുത്ത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അതാ കണ്ടല്ലോ, ഉള്ളെല്ലാം നല്ല വെന്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഉറപ്പായിട്ടും അറിയിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, അപ്പോൾ ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഉറപ്പായിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.